വിവിധ വിഷയങ്ങൾ അദ്ദേഹം പ്രതികരിക്കുന്നു. ആ പ്രതികരണങ്ങൾക്കൊക്കെ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട വാർത്താ സമ്മേളനങ്ങൾ കേരളം കണ്ടിരുന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല. പക്ഷേ പലതും അങ്ങ് മുങ്ങിപ്പോയി. അദ്ദേഹം ഗൗരവത്തിൽ കൊണ്ടുവന്ന വിഷയങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ചേലക്കര ഉപതെരഞ്ഞെടുപ്പോട് കൂടിയാണ് എനിക്ക് തോന്നുന്നു, അവിടെയാണ് അദ്ദേഹം കുറച്ചുകൂടി അദ്ദേഹത്തെ ഒരു തമാശ രൂപത്തിൽ കാണുന്ന രൂപത്തിലേക്ക് അദ്ദേഹം തന്നെ എത്തിച്ചത്. കാരണം അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിന് വന്നവരെ പൈസ കൊടുത്ത് വന്നവരാണെന്ന് അവർ തന്നെ പറഞ്ഞു. പല രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ആ പ്രതികരണങ്ങൾ വന്നു എന്നുള്ളത് അദ്ദേഹം അതിൽ കാണിച്ച ഒരു എന്താ പറയുക ഒരു ജാഗ്രതക്കുറവ് എന്നതിനപ്പുറം കുറച്ച് ആളെ കൂട്ടിയാൽ മതി. ആളെ കൂട്ടിയാൽ അതൊരു ആളായി കാണുമെന്ന് അദ്ദേഹം കരുതി. കാരണം മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അത് ജെന്യുവിനായി വന്ന ആൾക്കൂട്ടം തന്നെയായിരുന്നു ആ പ്രസംഗം കേൾക്കാൻ. അത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതാവില്ല. പിന്തുണയ്ക്കാതെയും എന്താണ് അൻവർ പറയുന്നതെന്ന് കേൾക്കാൻ അത്രയും വലിയൊരു ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടാണ്. എത്ര രാത്രികളിൽ നമ്മൾ തത്സമയം കൊടുത്തിരിക്കുന്നു. ആ ആൾക്കൂട്ടം നമ്മൾ കണ്ടതാണ്. ആ ആൾക്കൂട്ടം മുഴുവൻ അൻവറിന് പിന്തുണയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് മാറ്റാൻ സമയമായി. കൃത്യമായി പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട് ബുദ്ധിപൂർവ്വം നീങ്ങിയില്ലെങ്കിൽ അൻവറിന് ഇവിടെ രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ രാഷ്ട്രീയ പ്രസക്തി കുറയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നിലവിൽ ചെയ്തിരിക്കുന്ന. ആ പ്രസക്തി കൂട്ടാൻ ഈ പിണറായിസത്തിനെതിരായ അദ്ദേഹത്തിന് യുദ്ധമെന്ന് പറയുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ അദ്ദേഹത്തിന് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് അറിയേണ്ടത്.